എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ സോയ ഗ്രേവിയാണ് കേട്ടോ. ആ സോയ ഗ്രേവി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയ മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു പാത്രത്തിൽ ലേശം ഓയിൽ വെച്ചിട്ട് ചൂടാകാൻ വെക്കാം. അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പ്, വലിയ ജീരകം, ചെറിയ ജീരകം, ഗ്രാമ്പ് 2 ഇടുള്ളൂ കേട്ടോ. അത് ഓയിലിട്ടിട്ട് തക്കാളി, ഉള്ളി, കുറച്ച് തേങ്ങ അത് നല്ലൊന്ന് ഫ്രൈ ചെയ്യാവേ. അത് നല്ലൊന്ന് ഫ്രൈ ആകട്ടെ. അത് നല്ലൊന്ന് ഫ്രൈ ആയി ഇനി അത് മാറ്റി വെക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് സോയ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. സോയ നല്ലോണം തിളച്ചത് മാറ്റി വെക്കാം. സോയ നല്ല കഴുകി വാരിയെടുത്തിട്ടുണ്ട് കേട്ടോ. പുഴിഞ്ഞ് വാരിയെടുക്കണം. എന്നിട്ട് ഓയിലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആ കഴുകി വാരി വെച്ച സോയ അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊന്ന് ഫ്രൈ ആക്കാം. അത് നല്ലൊന്ന് ഫ്രൈ ആവട്ടെ. ഭയങ്കരമായിട്ട് ഫ്രൈ ഒന്നും വേണ്ട, ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. നല്ലൊന്ന് ഇളക്കി വിടട്ടോ. നല്ല ഫ്രൈ ആവട്ടെ. നല്ല ഫ്രൈ ആയതിൻ്റെ ശേഷം അതൊരു പാത്രത്തേക്ക് മാറ്റാം. ഇനി അതിൽ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് തൈര് ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം. നല്ല കയ്യിൽ തന്നെ നല്ലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു പാത്രത്തിൽ ലേശം ഓയിൽ വെച്ച് ചൂടാകാൻ വെക്കാം. അതിൽ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. അതിലൊരു ബിരിയാണി ഇല പിച്ചിട്ട് കൊടുത്തു. അത് ഓപ്ഷൻ കേട്ടോ. അയാല 2 പച്ചമുളക്, പിന്നെ മുളകും പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളകും പൊടി, കളറിന് വേണ്ടിയിട്ട് കേട്ടോ കാശ്മീരി മുളക് പൊടി, പിന്നെ സാധാരണ എരിവിന് വേണ്ടിയുള്ള മുളകും പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല പച്ചമണം മാറുന്നവർക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവേ. അത് കഴിഞ്ഞ് അരച്ച് വെച്ചത് അതിലൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് അടച്ച് വെക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. നല്ല മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അടി പിടിക്കുകയും. ഒന്ന് അടച്ച് വെക്കാം. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിട്ടോ. നല്ലൊന്ന് മിക്സ് ചെയ്യാം. സോയയിൽ കൊട്ടി കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് നേരം അടച്ച് വെക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. ലേശം കൂടി ഒന്ന് വെള്ളം വറ്റട്ടെ കേട്ടോ. അടച്ചു വെക്കാം. ലേശം കൂടി ഒന്ന് അതിൻ്റെ വെള്ളം വറ്റട്ടെ. നമ്മൾ സോയ ഗ്രേവി റെഡി ആയിട്ടോ. അതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സോയ ഗ്രേവി റെഡി ആയിട്ടോ. നല്ലൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതൊരു പാത്രത്തേക്ക് മാറ്റാം.